ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. LDF-നും UDF-നും വിജയസാധ്യത കൽപ്പിച്ച് മണ്ഡലത്തിലെ വോട്ടർമാർ. പാലക്കാട് മണ്ഡലത്തിലെ ജനമനസ്സറിയാൻ നടത്തിയ ചോദ്യവേളയിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കുമാണ് ജനങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നത്. പെട്രോളിയം വിലവർധനവ്, കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്ന ജനവിരുദ്ധ നയങ്ങൾ, CAA എന്നിവയാണ് വോട്ടർമാർ കാണുന്ന പ്രധാന വിഷയങ്ങൾ. സംസ്ഥാനത്താകട്ടെ പെൻഷൻ വൈകിപ്പിക്കൽ, സപ്ലൈകോയിലെ സാധനമില്ലായ്മ, മുഖ്യമന്ത്രിക്കെതിരായ വിഷയങ്ങൾ എന്നിവയും വോട്ടർമാർ വിലയിരുത്തുന്നു. VK ശ്രീകണ്ഠനും A വിജയരാഘവനുമാണ് വോട്ടർമാർ മുൻതൂക്കം നൽകുന്നത്. നോക്കിക്കാണാൻ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടിപ്പോൾ നമ്മൾ നോക്കിക്കാണാൻ പോകുന്നത് ഒരു മാറ്റം അനിവാര്യമാണ് ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ. മാറ്റം എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് MP മാറണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ പാലക്കാട് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഒറ്റപ്പാലം, മുമ്പേ ഒറ്റപ്പാലം മണ്ഡലമായിരുന്നു, പിന്നീടാണ് പാലക്കാട് മണ്ഡലമായി മാറിയത്. പക്ഷേ ഈ ഒറ്റപ്പാലം മണ്ഡലത്തിൽ MP ഒരു ഓഫീസ് തുറന്നു അത് പെട്ടെന്ന് കൂട്ടം ചെയ്ത് ഒരാൾക്കും ഒരു ഉപകാരത്തിനും ഒരു MP കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു മാറ്റം അനിവാര്യമാണ്. ഈ വരാൻ പോകുന്ന ഒരു മാറ്റത്തിന് വിജയരാഘവനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. കാരണം ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഏത് സമയത്തും അംഗീകരിക്കാവുന്ന ഒരു നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റം അനിവാര്യമാണ്. ഒരു മാറ്റം അനിവാര്യമാണ്. ചേട്ടൻ വാർത്തകളൊക്കെ ശ്രദ്ധിക്കണ്ടെങ്കിൽ രണ്ടാളും കേരളം വിട്ട രണ്ടാളും ഒരു മുന്നണിയിലാണ്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അല്ല, ഒരു മുന്നണിയിലാണെങ്കിലും ശരി, മിണ്ടാത്തൊരു MP മിണ്ടുന്നൊരു MP ഉണ്ടല്ലോ. മിണ്ടാത്തൊരു MP നമ്മളെ കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്കിടയിൽ പ്രവർത്തനം കുറവാണെന്നാണ് കുറവ്. കാരണം നമ്മൾ ജനസേവകനാണല്ലോ. ആ ജനസേവനമാകുമ്പോൾ തന്നെ ജനങ്ങളെ സേവിക്കാനാണ് നമ്മൾ പാർലമെന്റിലെത്തുന്നത്. ആ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും മിണ്ടാത്തൊരു MP ആയിട്ട് പോയിട്ട് കാര്യമില്ല. പക്ഷേ ഫണ്ട് വിനിയോഗത്തിലൊക്കെ ഏകദേശം നല്ല 90% എവിടെ ഒറ്റപ്പാലത്ത് എവിടെ കാണും? പാലക്കാട് മണ്ഡലത്തിൽ. അല്ല, പാലക്കാട് മണ്ഡലത്തിൽ ഒറ്റപ്പാലാണല്ലോ അതിന്റെ ഹൃദയഭാഗം. ജനങ്ങൾക്കിടയിൽ കാണില്ല. എവിടെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം പറഞ്ഞു. ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ ഇവിടെ ഒറ്റപ്പാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള ഒരു ചാൻസ് വേണം. അതിന് വേണമെങ്കിൽ ഞങ്ങളെ ഇടതുവർഷം സഖാക്കന്മാർ ജയിച്ചാലാണ് ജനങ്ങളുടെ ഇടയിൽ കിടന്ന് പ്രവർത്തിക്കാനും MLA ആയാലും MP ആയാലും ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കണം. ഇത് കഴിഞ്ഞ MP ഒക്കെ ജയിച്ചു പോയ അന്ന് കണ്ടതാണ്, പിന്നെ അയാളെ കണ്ടിട്ടേ അല്ല. അപ്പോൾ നമുക്കൊരു മാറ്റം വരണം. നമ്മൾ ഈ ഒറ്റപ്പാലത്തുള്ള കാര്യങ്ങൾക്കും എപ്പോഴും ഇടപെടാനും ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുമാനിക്കാനും ജനകീയമായ MP ആണ് ആവശ്യം. ജനകീയമായ MP അത് ഞങ്ങളെ ഇടതുവർഷം ഞങ്ങളെ കോട്ടയാണ്. ഇടതു സാർ നമ്മൾ സഖാവ് ജയിക്കും. രാജ്യം അത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് തീരുമാനിച്ചിട്ടുള്ള ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. അല്ല, എന്നാലും BJP വേണോ BJP ഇതര ഗവൺമെൻറ് വേണോ? BJP എതിരെയുള്ള ഗവൺമെൻറ് വേണമെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. അതായത് നമുക്ക് ഈ നാട്ടിൽ ഏത് കാലത്തും സമാധാനമായിട്ടും സ്വൈര്യത്തോടു കൂടിയിട്ട് സന്തോഷത്തോടും എല്ലാ മതക്കാരോടും കൂടി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കംപ്ലീറ്റ് ജനങ്ങളും. അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഭരണങ്ങൾ കാഴ്ചവെച്ചാൽ അത് നന്നായിരിക്കും. ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു വർഗ കലാപം ഇല്ലാതാക്കാൻ ചെയ്യും. പാലക്കാട് മണ്ഡലത്തിൽ എങ്ങനെയാണ് വിജയസാധ്യത, രാഷ്ട്രീയ സ്ഥിതി ഇപ്പോഴത്തെ അടുത്ത വർഷത്തിന്? സിറ്റിംഗ് MP അപ്പോൾ പറയാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ എന്താ പറയണത്? അത് ചോദിക്കാൻ വരികയാണ്. രണ്ടാളും ഇന്ത്യ കേരളം വിട്ടു കഴിഞ്ഞാൽ രണ്ടാളും ഒരു മറ്റേ മക്കളാണ്. പിന്നെ ആര് ജയിച്ചാലും കേരളത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ ആര് വരുന്നതാണ് ചേട്ടൻ്റെ ആഗ്രഹം? നമ്മളെ സംബന്ധിച്ച് അടുത്ത വർഷം വരണം. രാജ്യം ആര് ഭരിക്കണം എന്നാണ് ആഗ്രഹം? ആദ്യം BJP. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ കുറേയൊക്കെ നല്ലതായിട്ട് കുറേയൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും കുറച്ച് മറ്റാണ്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 50 രൂപയ്ക്ക് പെട്രോൾ വരാമെന്ന് പറഞ്ഞിട്ട് 10 വർഷമായിട്ട് ഇപ്പോൾ 102-117 രൂപയ്ക്കായി. അതിനെക്കുറിച്ച് രാജ്യത്തിന് ഓരോന്നിങ്ങനെ വരുമ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവർ പിന്നെ 3 റുപ്യ എണ്ണയാക്കുമ്പോൾ ആ 3 റുപ്യ പിന്നെ ചെസ്സാക്കും, ജയിക്കും. അപ്പം പിന്നെ ഓട്ടോക്കാർക്ക് ഉള്ളതായിട്ടില്ല. അതാണല്ലോ പൊതുവരെ നടന്നത്. ഇപ്പം 3 വർഷം കൂട്ടി അതൊക്കെ ചെസ്സാക്കിയിട്ട് കയറ്റി കേരള സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാവുന്ന അഭിപ്രായം ഉണ്ടോ? എന്താണ് കേരള സർക്കാരിൻ്റെ വിലയിരുത്തൽ പറയുകയാണെങ്കിൽ വിലക്കയറ്റം, പിന്നെ പെട്രോൾ 2 റുപ്യ ഏർപ്പെടുത്തി, പിന്നെ സപ്ലൈക്ക് ഒരു സാധനമില്ല, പെൻഷൻ കൊടുക്കണില്ല. അതായത് ഇപ്പോൾ പറയാച്ച അടുത്ത ലേശം ചെയ്യണമുണ്ട്. പെൻഷൻ സാധനങ്ങളുടെ വില സബ്സിഡി സാധനങ്ങളൊന്നുമില്ല.
മകളിൽ നടക്കാനേ പറ്റും. അവരുടെ ക്ഷീണങ്ങളൊക്കെ മാറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ. പക്ഷേ ഇടതുപക്ഷം തന്നെ വരുന്നതന്നെ പറയുകയും ചെയ്യുന്നു. അത് ഇടതുപക്ഷം വരുന്നുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചാണ് കുറച്ച് മെച്ചം അവരില്ല. അപ്പോൾ ശ്രീകണ്ഠം മാറിയ മണ്ഡലം മാറുന്ന മണ്ഡലത്തിൽ വികസനം നടക്കുന്ന പറയുന്നത്. മണ്ഡലത്തിൽ വികസനം നടക്കും. ഇത് രണ്ട് വോട്ടുകളും ആരെങ്കിലും രണ്ട് വോട്ടിൽ ഇവിടെ ആരെങ്കിലും ജയിക്കുള്ളൂ. പാലക്കാട് UDF ജയിക്കാനാണ് സാധ്യത. പറഞ്ഞാൽ പൊതുവെ ഒരു ഭരണവിരുദ്ധമുണ്ട്, വിലക്കയറ്റം, എല്ലാം കൊണ്ടും ഒരു ഭരണവിരുദ്ധമുണ്ട്. UDF ജയിക്കാനാണ് സാധ്യത. ശ്രീകണ്ഠം വീണ്ടും വരുന്നുള്ള ഇത്രയും പറയാനുണ്ട്. സാധ്യതകൾ എന്തൊക്കെയാണ്? വീണ്ടും വരുമെന്ന് പറയാൻ കാരണം കേന്ദ്രത്തിലിപ്പോൾ BJPക്ക് എതിരാകുമ്പോൾ എതിരാകുന്നതിന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ പറഞ്ഞാൽ BJPക്ക് വലിയ ഇതില്ല, സ്വാധീനമില്ല. അതുകൊണ്ട് കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം UDF ഒക്കെ ഒന്ന് തന്നെയാണ്. ഇന്ത്യ മുന്നണി വരാൻ വേണ്ടി നമ്മുടെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടി UDFനെ വോട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണം. അതുകൊണ്ട് UDF ജയിക്കാനാണ് സാധ്യത.